ഹലോ എവരിവൺ, വെൽക്കം ടു ലിവ് ഇൻ ലൈൻ സോൾ. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ ഒരു വീഡിയോൻ്റെ റീടൈം ചെയ്യും, അതായത് ഒരു വീഡിയോ സ്ലോ മോഷനിലാക്കുക, അല്ലെങ്കിൽ ടൈം ലാപ്സ് ആക്കുക, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടുക, സ്ലോ ആക്കുക എന്നുള്ള രീതിയിലൊക്കെ എങ്ങനെയാണ് ഡാവിഞ്ചിയിൽ ചെയ്യുന്നത് പഠിക്കുക. ആദ്യമായിട്ട് സ്ലോ മോഷൻ എടുക്കുന്ന വീഡിയോ എപ്പോഴും ഹയർ ഫ്രെയിം റേറ്റിൽ എടുക്കണം. നമ്മൾ എടുക്കുന്നത് സാധാരണ നോർമലായിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോ ഒന്നെങ്കിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 24 ഫ്രെയിം പെർ സെക്കൻഡ് ആയിരിക്കും. എപ്പോഴും നമ്മൾ സ്ലോ മോഷനാണ് എടുക്കുന്ന വീഡിയോ എങ്കിൽ ഫ്രെയിം റേറ്റ് ഏറ്റവും അധികമാണെങ്കിൽ നമുക്ക് എപ്പോഴും സ്ലോ മോഷൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതായത് പകുതി സ്പീഡിലോട്ട് നമ്മൾ ഹാഫ് സ്പീഡിലേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ 24ൻ്റെ ഡബിൾ, അതായത് 50 ഫ്രെയിംസിലോ അതിൻ്റെ മുകളിലോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള സ്ലോ മോഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതെന്താ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ വരാം. അതായത് നമ്മൾ എടുക്കുന്ന വീഡിയോ 24 ഫ്രെയിം പെർ സെക്കൻഡ് ആണെങ്കിൽ നമ്മളുടെ കണ്ണുകൾ വർക്ക് ചെയ്യുന്നത് ഒരു 24 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. അതായത് എക്സാക്റ്റായിട്ട് പറയുമ്പോൾ 23.976 എന്നുള്ള ഒരു ഫ്രെയിം റേറ്റിലാണ് നമ്മളുടെ ഐ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ ഫ്ലോ ആയിട്ട് വരുന്നതൊക്കെ അങ്ങനെയാണ് 24 ഫ്രെയിം പെർ സെക്കൻഡിലാണ് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഒരു ഹയർ ഫ്രെയിം റേറ്റുള്ള വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വീണ്ടും 24ലേക്ക് ആക്കുന്ന സമയത്ത് നമുക്കെപ്പോഴും ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് വരും. അതിൻ്റെ അകത്ത് കൂടുതൽ സ്റ്റക്കുള്ള മാതിരിയോ അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള മാതിരിയൊന്നും തോന്നില്ല. ഇനി അഥവാ നമ്മൾ 24 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ വീഡിയോ ആണ് സ്ലോ ചെയ്യേണ്ടത് എന്നാൽ അതിൻ്റേതായിട്ടുള്ള ആർട്ടിഫാക്ട്സും അതേപോലെ കുറച്ച് സെറ്റിങ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂസബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഡാവിഞ്ചിയിൽ. അപ്പോൾ ഓരോന്നിലേക്ക് കിടക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ എങ്ങനെയാണ് റീടൈം ചെയ്യുന്നതെന്ന് നോക്കാം. ആക്ച്വലി നമുക്കൊരു വീഡിയോനെ റീടൈം ചെയ്യാൻ ഡാവിഞ്ചിയിൽ 2-3 മെത്തേഡ് ഉണ്ട്. 2-3 മെത്തേഡ് എന്നല്ല, 2-3 സ്ഥലത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതേമാതിരി ഞാനൊരു വീഡിയോ ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള രീതി പറഞ്ഞുതരാം. നമ്മൾ ഏത് വീഡിയോ ആണോ സെലക്ട് ചെയ്യുന്നത് ആ വീഡിയോയിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ വരാം. ഇവിടെ ഒരു വീഡിയോ, ഒരു ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ഒരു വീഡിയോൻ്റെ ഐക്കണൊക്കെ ആയിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എത്ര ഫ്രെയിം പെർ സെക്കൻഡിലാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ഫ്രെയിം പെർ സെക്കൻഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ സ്ലോ മോഷൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ആദ്യമായിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മളെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോനെ നമ്മൾ സ്ലോ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഈ വീഡിയോ സെലക്ട് ചെയ്യുക, ഇൻസ്പെക്ടറിൽ പോവുക. ഓക്കെ, അതിൻ്റെ അകത്ത് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സ്പീഡ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് സ്പീഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് നമുക്കിപ്പോൾ സ്പീഡിൻ്റെ പെർസെൻറ്റേജ് ലെവലിൽ നമുക്കിവിടെ കൂട്ടാം, കുറയ്ക്കാം. അതേപോലെ തന്നെ നമുക്കിവിടെ ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ രീതിയിലാണെങ്കിൽ അങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ആ ഒരു രീതികളൊക്കെയാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഞാൻ വീഡിയോ ഫാസ്റ്റ് ആക്കുന്നതും സ്ലോ ആക്കുന്നതും കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ റിവേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇതൊരു ഫ്രീസ് പറഞ്ഞൊരു ഓപ്ഷനാണ്. അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ നമ്മൾ ആ ഫ്രീസായി കിടക്കും. നമ്മളിപ്പോൾ പല വീഡിയോ ഒരു ഫ്രെയിം ഒരു വിൻഡോയിൽ കാണിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ല, ഒരു പോയിന്റിൽ ഒരു വീഡിയോ പ്ലേ ആയിട്ട് ഫ്രീസ് ആവും, അടുത്ത വീഡിയോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ഐറ്റമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഇനി ഈ ഒരു വീഡിയോ ഇപ്പോൾ നമുക്ക് സ്പീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം. എപ്പോഴും റിപ്പിൾ ടൈം ലൈൻ ആഡ് ചെയ്യുന്നത് ഓരോ ഓപ്ഷൻ അനുസരിച്ച്, ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് റിപ്പിൾ ടൈം ലൈൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതില്ലാതെ ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഞാൻ റിപ്പിൾ ടൈം ലൈൻ ഓൺ ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് എത്ര വേണം എന്നുള്ളത് അടിച്ചെടുക്കുക. അതായത് ഇപ്പം എനിക്ക് 50% സ്പീഡ് കുറയ്ക്കേണ്ടത്, അതായത് സ്ലോ ചെയ്യേണ്ടതെങ്കിൽ 50 അടിച്ചു കൊടുത്തിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ സ്ലോ ആയിട്ട് വരും. കണ്ടോ, ഈ ഒരു വീഡിയോ സ്ലോ ആയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ 24 ഫ്രെയിം പെർ സെക്കൻഡിലാണ്
ഉള്ളത് ഈ വീഡിയോ എങ്കിൽ. അപ്പം ഞാൻ 50% ആക്കിയപ്പോൾ ഫ്രെയിം ഡ്രോപ്പ് ആയത് കണ്ടില്ലേ. അപ്പം നമുക്ക് ഇത് നമ്മളെ കണ്ണിൻ്റെ ഫ്രെയിം പെർ സെക്കൻഡായിട്ട് മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതില്ലാത്ത പ്ലേ ചെയ്യുന്ന സമയത്ത് കുറേ ആർട്ടിഫാക്ട്സും, അതായത് ആർട്ടിഫാക്ട്സ് അല്ല, ഒരു സ്റ്റക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒരു സ്മൂത്ത് ഇല്ലാത്ത രീതിയിലേക്ക് ഈ വീഡിയോ പ്ലേ ആവുക. കണ്ടോ, ഒരു സ്റ്റക്ക് വോളിൽ ഇങ്ങനെ വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു 24 ഫ്രെയിം പെർ സെക്കൻഡിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. ഇനി ഇതെങ്ങനെ നമുക്ക് സെറ്റിങ്സ് വെച്ചിട്ട് അവോയ്ഡ് ചെയ്യാമെന്ന് നോക്കിയാൽ, ഇനി നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ റീഡ് ടൈം ആൻഡ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് റീഡ് ടൈം പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് പ്രൊജക്റ്റ് സെറ്റിങ്ങിൽ കിടക്കുന്നുണ്ടാവും. നമുക്കിതൊരു സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ സെറ്റിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതായത് റീഡ് ടൈം പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒപ്റ്റിക്കൽ ഫ്ലോയിലേക്ക് ചേഞ്ച് ചെയ്യാം. പിന്നീട് മോഷൻ എസ്റ്റിമേഷൻ എന്നുള്ളത് എൻഹാൻസ്ഡ് ബെറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാം. പിന്നീട് ഈ സ്കെയിലിംഗ് അതിൻ്റെ രീതിയിൽ വന്നോട്ടെ. ഈ റീസൈസ് ഫിൽറ്റർ എന്ന് പറയുന്നത് പ്രൊജക്റ്റ് സെറ്റിങ്ങിൽ നിന്ന് ഈ സ്മൂത്തറിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇതിൻ്റെ ഫ്ലോ കുറച്ചും കൂടി സ്മൂത്താവും. പക്ഷേ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡാവിഞ്ചി റിസോൾവ് ഇത് 24 ഫ്രെയിം പെർ സെക്കൻഡിലല്ല എന്ന് കണ്ടിട്ട് ഇപ്പോൾ 12 ഫ്രെയിം പെർ സെക്കൻഡിലേക്കായല്ലോ നമ്മൾ മാറ്റിയ സമയത്ത്. അപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ചിട്ട് ഓരോ ഫ്രെയിംസ് ഇതിലേക്ക് ആഡ് ചെയ്യും. അതായത് ഓരോ ഫ്രെയിംസ് ഡാവിഞ്ചി റിസോൾവ് തന്നെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം സ്മൂത്ത് ആവുന്നത്. പക്ഷെ നമുക്കിവിടെ കുറേ ആർട്ടിഫാക്ട്സും കാര്യങ്ങളും നമുക്ക് ആഡായി കാണാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് എന്താ ചെയ്യുക, 24 ഫ്രെയിംസിന് മുകളിലോട്ട് എടുക്കുക. അതായത് ഒരു 60 ഫ്രെയിംസോ 50 ഫ്രെയിംസ് പെർ സെക്കൻഡിലോ എടുത്തിട്ട് അതിനെ കുറയ്ക്കുന്ന സമയത്ത് വീഡിയോൻ്റെ ക്ലാരിറ്റി എപ്പോഴും നന്നായിരിക്കും, സ്ലോ മോഷൻ ചെയ്യുന്ന വീഡിയോസ് എപ്പോഴും. ഇനി എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ ഒരു വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 50 ഫ്രെയിം പെർ സെക്കൻഡിലാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് സ്ലോ മോഷൻ ആക്കി നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വ്യത്യാസമുണ്ട് ഈ രണ്ട് വീഡിയോസ് തമ്മിൽ. ഇനി ഈ നമുക്ക് ഒന്നെങ്കിൽ ഇതേപോലെ തന്നെ ഇവിടെ നിന്നിട്ട് സ്പീഡ് ചേഞ്ചിൽ വെച്ചിട്ട് നമുക്ക് സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വേറെയും സ്ഥലത്ത് നിന്ന് ഇത് ചെയ്യാമെന്ന്. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോൻ്റെ മേത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റീഡ് ടൈം കൺട്രോൾ എന്ന് പറഞ്ഞു വരും. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ Ctrl+R അമർത്തുക കീബോർഡിൽ. ഇത് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ വീഡിയോൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതാ സ്പീഡ് ചേഞ്ച് പറഞ്ഞിട്ടൊരു ഒരു കോളം നമുക്ക് വരും. അതിൻ്റെ താഴത്ത് ഈ വീഡിയോൻ്റെ സ്പീഡ് എത്രയാണോ അത് കാണിക്കുന്നൊരു സംഭവം അവിടെ വരും. ഇനി നമുക്ക് ഈ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഈ ഒരു 100% എന്ന് എഴുതിയൊരു പോയിൻ്റ് ഇല്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്നൊരു വിൻഡോയിൽ നിന്ന് ചേഞ്ച് സ്പീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്പീഡ് ഇവിടെ കാണാൻ പറ്റും. 10, 25, 50, 75 അങ്ങനത്തെ രീതിയിൽ നമുക്ക് കുറേ സ്പീഡ് കൂട്ടുന്നതാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, കുറയ്ക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ഉള്ളൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന സ്പീഡുകളിലേക്ക് മാത്രമേ നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഓരോ മൈന്യൂട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ കേഴ്സർ ഇവിടെ കൊണ്ടുവെക്കുക, ഈ ഒരു പോയിന്റിൽ. അതായത് ഈ സ്പീഡ് ചേഞ്ച് വീഡിയോൻ്റെ പേര് എഴുതി എൻ്റെ എൻഡിലായിട്ട് കൊണ്ടുവെക്കുമ്പോൾ കേഴ്സർ ഇങ്ങനെ 2 ആരോ ആയിട്ട് മാറും. ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടോ, താഴെ കണ്ടോ സ്പീഡ് 100% കാണിച്ചത് മാറ്റുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോ പോയിന്റ് വെച്ചിട്ട് നമുക്കിത് ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. എത്രയാണോ സ്പീഡ് നമുക്ക് വേണ്ടത് സ്പീഡ്. നമ്മളിപ്പോൾ 50 ഫ്രെയിം പെർ സെക്കൻഡിലായതുകൊണ്ട് ഒരു 50 ആ ഒരു റേഞ്ച് വരെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വീഡിയോ കിട്ടുന്നതാണ്. ഓക്കെ, ഞാനിതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം.
ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ ഒരു സംഭവം കുറച്ചും കൂടി നല്ല രീതിയിൽ സ്മൂത്തായിട്ടാണ് വരുന്നത്. ഇത്രയും മെത്തേഡ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാം. നമ്മൾ കാണുന്ന ഓരോ എഫക്റ്റ് ഇവിടെ കാണാം. ഞാൻ അടുത്തൊരു വീഡിയോ ആഡ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീഡ് നമുക്ക് ടൈം ലാപ്സ് മുകളിലെടുക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. അത് ഞാൻ സ്പീഡപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഒരു സൺസെറ്റിൻ്റെ ടൈം ലാപ്സാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടാണ് വേണ്ടത്. ഏകദേശം ഇത് എടുത്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഇതും 50 ഫ്രെയിം പെർ സെക്കൻഡിലാണ് എടുക്കുന്നത്. ടൈം ലാപ്സ് എടുക്കുന്ന സമയത്ത് കുറഞ്ഞ ഫ്രെയിംസിലായാലും വലിയ കുഴപ്പമില്ല. അത് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫ്രെയിമിലേക്ക് ഇടുകയാണെങ്കിൽ അത്രയും സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം 27 മിനിറ്റോളം ഇത് ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ടൈം ലാപ്സ് ചെയ്ത് നോക്കാം. കീബോർഡിൽ Ctrl+R അമർത്തുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും ടൈം ലാപ്സിൻ്റെ, അതായത് ക്ലിപ്പിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വരും. ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്നിട്ട് ടൈം ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ വെച്ച് നമുക്ക് കേഴ്സർ അമർത്തി പിടിച്ചുകൊണ്ട് മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 800 ആ റേഞ്ചിലിട്ടിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എന്തായി ടൈം ലാപ്സ് പോലെ വന്നു, അതായത് വീഡിയോൻ്റെ സ്പീഡ് കൂടി. അപ്പം നമുക്കൊരു സൺസെറ്റ് പെട്ടെന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ എന്താ പറയുക ഒരു വീഡിയോ സ്പീഡപ്പ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് സ്പീഡ് കൺട്രോൾസ് എടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോയി ഇൻസ്പെക്ടറിൽ പോയിട്ട് വീഡിയോസിൽ ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അങ്ങനെ പല മെത്തേഡ് നമുക്ക് ഈ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. സോ ഇതുപോലത്തെ ആവശ്യമുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ബിഗിനേഴ്സിന് വേണ്ടി ചെയ്ത വീഡിയോസാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കൂടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. സോ നമ്മൾ കുറേ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വീഡിയോനെ വെച്ചിട്ട് സ്പീഡ് റാമ്പ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഫാസ്റ്റായിട്ട് തുടങ്ങും, എന്നിട്ട് സ്ലോ ആയിട്ട് നടുവിൽ പോകും, പിന്നെയും ഫാസ്റ്റായിട്ട് പോകും. അങ്ങനെയുള്ള കുറേ വേരിയേഷൻസ് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് നല്ലൊരു സ്മൂത്തായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതായിരിക്കും അടുത്ത വീഡിയോ. സോ ഇതുപോലത്തെ വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.